നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യമായി എന്താണ് ഡൈജഷൻ? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൈജഷൻ എന്ന് പറയാൻ നേരത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ്, അതായത് നമ്മൾ കഴിക്കുന്ന ചോറ്, ബാക്കിയുള്ള കറികൾ, അതുപോലെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം വലിയ ആഹാര പദാർത്ഥങ്ങളാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിന് അതങ്ങനെ അതേപോലെ അങ്ങ് അബ്സോർബ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പകരം ഈ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ, അതായത് ഈ ചോറ് അതുപോലെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ കട്ട് ചെയ്ത് വളരെ 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 ചെറിയ രൂപത്തിലായിട്ട് സിമ്പിൾ അബ്സോർബിൾ ഫോമിലോട്ട് കൊണ്ടെത്തിക്കുക. സിമ്പിൾ കോംപ്ലക്സ് ആയിട്ടുള്ള പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് രൂപത്തിലോട്ട് മാറ്റും? നമ്മൾ സിമ്പിൾ ആക്കി മാറ്റും. സിമ്പിൾ എന്ത് രൂപത്തിലോട്ടാക്കി നമ്മൾ മാറ്റും? സിമ്പിൾ അബ്സോർബിൾ ഫോമിലോട്ട് നമ്മൾ കൊണ്ടെത്തിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്ന നേരത്ത് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ചോറ് അതുപോലെയുള്ള ആഹാര പദാർത്ഥങ്ങളെ നമ്മൾ സിമ്പിൾ അബ്സോർബിൾ ഫോമിലാക്കി നമ്മളിത് മാറ്റുവാണ്. ഇങ്ങനെ മാറ്റാനായിട്ട് ഒരുപാട് പ്രക്രിയകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രക്രിയകൾ ആണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. മെയിനായിട്ട് 4 സാധനങ്ങളാണ് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത്. അതായത് ഒന്നാമത്തത് കാർബോഹൈഡ്രേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന നമ്മുടെ കേരളീയരുടെ പ്രധാന ആഹാര ഭക്ഷണമായിരുന്നു ചോറ് ആയതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. കാർബോഹൈഡ്രേറ്റിന് ശേഷം പിന്നെ ഉള്ളത് പ്രോട്ടീൻ, പിന്നെ അടുത്തത് ഫാറ്റ്, ഇതിന് ശേഷം ന്യൂക്ലിക് ആസിഡുകൾ. ഈ 4 പദാർത്ഥങ്ങൾ എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിവിടെ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈ 4 സബ്സ്റ്റൻസുകളും ഡൈജസ്റ്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കുന്ന ഫുഡ് എവിടെ കൂടിയൊക്കെയാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അതിനകത്ത് എന്തൊക്കെ എൻസൈംസ് ആണ് അതിനകത്ത് വരുന്നത്, അങ്ങനെ അതുപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനകത്ത് പറയും. അത് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അതിലോട്ട് എത്തത്തുള്ളൂ. ആദ്യമായി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എങ്ങോട്ടാണ് സാധാരണ ഫുഡ് പോകാറുള്ളത്? ആദ്യം നമ്മൾ ഫുഡ് വായിലോട്ട് വെക്കും. അപ്പോൾ എല്ലാവർക്കും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് മൗത്തും ഓറൽ ക്യാവിറ്റി. മൗത്ത് ആൻഡ് ഓറൽ ക്യാവിറ്റി. പല ആൾക്കാരോട് ചോദിക്കാൻ നേരം ചിലപ്പോൾ പറയും മൗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പല്ലൊക്കെ ഇരിക്കുന്ന, നമ്മുടെ നാക്കിരിക്കുന്ന ആ സ്ഥലത്തിനാണ് മൗത്ത് എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. മൗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ടും ഈ ഓപ്പണിങ്ങിനെ മാത്രമാണ് നമ്മൾ മൗത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലിപ്പും, സാധാരണ ആൾക്കാർക്ക് മൗത്ത് ഓറൽ ക്യാവിറ്റിയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ മൗത്ത് എന്ന് പറയാൻ നേരത്ത് ലിപ്പും അതേപോലെ തന്നെ ഓറൽ ക്യാവിറ്റിയിലേക്കുള്ള, അതായത് വായുടെ പല്ലുകളും നാക്കും ഇരിക്കുന്ന ആ സ്ഥലം, അവിടത്തേക്കുള്ള ഓപ്പണിംഗ് മാത്രം ചെയ്യുന്നതാണ് മൗത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യന്റെ ഇത്രയും ഭാഗം, അതായത് ലിപ്പും ഈ ഓപ്പണിംഗ് മാത്രം ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൗത്ത്. ടൂത്ത്, ടങ് അതുപോലുള്ള സാധനം ഇരിക്കുന്ന ആ ഭാഗത്തിനെ നമ്മൾ മൗത്ത് എന്ന് വിളിക്കത്തില്ല. ആ സ്പേസിനെ, ആ മൗത്തിന് അകത്തോട്ട് വരുന്ന പല്ലും നാക്കും ഒക്കെ ഇരിക്കുന്ന ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓറൽ ക്യാവിറ്റി. ഇനി മനുഷ്യന്റെ ശരീരത്തിൽ ഓറൽ ക്യാവിറ്റിയിൽ പല്ല് ഒരു പ്രത്യേക തരത്തിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് മനുഷ്യന്റെ ജോ ബോൺ എന്ന് പറയുമ്പോൾ താഴത്തെ താടിയെല്ല്, ഈ താടിയെല്ലില് ഓരോ പല്ലും ഓരോ സോക്കറ്റുകളിലായിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത്
ഇരിക്കാനായിട്ട് ഓരോ സ്പേസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ പല്ല് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണത്തില്ലേ, അവിടെ പല്ല് എടുത്ത് കഴിയാൻ നേരത്ത് അവിടെ ഒരു കുഴി വരും. അങ്ങനെയുള്ള ആ കുഴിക്കെയാണ് നമ്മൾ വിളിച്ചത് ഓരോ സോക്കറ്റും. ഈ ഓരോ സോക്കറ്റുകളിലായിട്ടാണ് ഓരോ പല്ലും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. താഴെ പോലെ തന്നെ മുകളിലും ഓരോ സോക്കറ്റുകളിലായിട്ടാണ് പല്ലുകൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സോക്കറ്റുകളിലും ടൂത്ത് എംബഡ് ചെയ്യുന്നതിന് ഓരോ സോക്കറ്റിലും താഴത്തെ ജോ ബോണിൽ ടൂത്ത് എംബഡ് ചെയ്യുന്നതിന് ആ അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തീക്കോഡോണ്ട്. ഇനി മനുഷ്യർക്ക് ആദ്യം ഒരു പല്ല് വരും, ആദ്യം പാൽപ്പല്ല് വരും. അത് വളരെ വെളുത്തതും അതിനുശേഷം പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതുമായിരിക്കും. കുഞ്ഞുങ്ങൾക്കാണ് പാൽപ്പല്ല് മെയിനായിട്ട് വരുന്നത്. ഈ പാൽപ്പല്ല് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓരോ പല്ലുകളായിട്ട് പോകാൻ തുടങ്ങും. ഓരോ പല്ലുകളായി പോയി അവസാനം വേറെ നല്ല ആരോഗ്യമുള്ള, എന്നാൽ കുറച്ച് അത്രയും വെളുപ്പില്ലാത്ത, അതുകൊണ്ട് വെളുപ്പുള്ളത് കൊണ്ടാണ് അതിനെ പാൽപ്പല്ലെന്നും അങ്ങനെ മറ്റും വിളിക്കുന്നത്. അത്രയും വെളുപ്പില്ലാത്ത, കുറച്ച് മഞ്ഞിച്ച, എന്നാൽ വളരെ ബലമുള്ളതും നിലനിൽക്കുന്നതുമായിട്ടുള്ള വേറെ പല്ലുണ്ട്. അപ്പോൾ മിൽക്ക് ടൂത്തും ഉണ്ട്, അതിനുശേഷം വരുന്ന പെർമനന്റ് ടൂത്തും ഉണ്ട്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ടൂത്ത് സെറ്റാണ് ഒരു മനുഷ്യനെ കണ്ടുവരുന്നത്. മിൽക്ക് ടൂത്തും ഉണ്ട്, പെർമനന്റ് ടൂത്തും ഉണ്ട്. ഇങ്ങനെ മിൽക്ക് ടൂത്തിനെ നമ്മൾ ടെമ്പററി ടൂത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം അത് കുറച്ച് നാൾ മാത്രമേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അതിനെ ടെമ്പററി ടൂത്ത് എന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ഈ രണ്ട് ടൂത്തും രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൽ വരുന്നത് കൊണ്ട് ഈ കണ്ടീഷൻ നമ്മൾ ഡിഫ്യൂഡോണ്ട് എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ ആദ്യം തീക്കോഡോണ്ടിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറയുന്നത് ഡിഫ്യൂഡോണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രണ്ട് രീതിയിലുള്ള പല്ലുകൾ രണ്ട് കാലഘട്ടത്തിലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഡോണ്ട് എന്ന് പറയുന്നത്. ആ രണ്ട് എന്നുള്ള അർത്ഥം ആ ഡൈ എന്നുള്ള സാധനം കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം, ഡിഫ്യൂഡോണ്ട്. അടുത്തതായി പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 4 തരത്തിലുള്ള പല്ലുകളാണുള്ളത്. അതായത് മുന്നിലത്തെ പല്ല് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, മുന്നിലത്തെ പോലെയല്ല അവ ഇപ്പുറത്തിരിക്കുന്ന കനയും വരുന്നത്. നമ്മൾ ഫ്രണ്ടിലുള്ളതിനെ ഇൻസിസേഴ്സ് എന്ന് നമ്മൾ വിളിക്കും. അതിന് തൊട്ടപ്പുറത്തുള്ള ഈ കൂർത്ത പല്ലിനെ നമ്മൾ കനെ എന്ന് വിളിക്കും. അതിനുശേഷം പ്രീമോളാർസ് ഉണ്ട്, അതിനുശേഷം അണപ്പല്ല്, ആ മോളാർസ് ഉണ്ട്. അപ്പോൾ ഈ 4 പല്ലുകളിലെ നമ്മൾ ഇൻസിസേഴ്സിനെ ഐ എന്ന് നമ്മൾ എഴുതി. ഇൻസിസേഴ്സ്, കനെ, പ്രീമോളാർ, മോളാർ, ഇങ്ങനെ 4 തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്. ഇങ്ങനെ 4 തരത്തിലുള്ള പല്ലുകൾ ഒരു മനുഷ്യന്റെ വായിൽ കാണുന്നതിന്, അതായത് എല്ലാം ഒരേപോലത്തെ പല്ലല്ല നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ 4 വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകളുള്ളത് കൊണ്ട് അതിനെ നമ്മൾ വിളിക്കും ഹെറ്ററോഡോണ്ട്. അപ്പോ 3 സാധനങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഒന്ന് തീക്കോഡോണ്ട്, 2 ഡിഫ്യൂഡോണ്ട്, 3 ഹെറ്ററോഡോണ്ട്. ഇനി ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു കാര്യം പറയാൻ പോവാണ്. ഈ 4 രീതിയിലുള്ള പല്ലുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ മുഖത്തിനെ ഞാൻ ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ 2ആയിട്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര പല്ലുകളുണ്ടോ അതേപോലെ തന്നെ സിമെട്രിക്കൽ ആയിട്ടാണ് ഇപ്പുറത്തേക്കും വന്നിരിക്കുന്നത്. അതായത് എൻ്റെ മുകൾ ഭാഗത്ത് മാക്സിലയിൽ ഈ പകുതി എങ്ങനെയാണോ പല്ല് വന്നിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ പകുതി പല്ല് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ എത്ര പല്ലുണ്ടോ അതേപോലെ തന്നെയാണ് ഇപ്പുറത്തും വേറെ സിമെട്രിക്കൽ ആയിട്ട് പല്ല് വന്നിരിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ പല്ലുകൾ ഇരിക്കുന്നത് ഞാനൊരു സ്കെച്ചാണ് വരച്ചത്. ആദ്യം 2 ഇൻസിസേഴ്സ് വരും. ഇത് രണ്ടും ഇൻസിസേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾ സ്വന്തം പല്ലിൽ കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ തന്നെ മതിയാവും, നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഈ 2 പല്ലിൽ ഇൻസിസേഴ്സ് വരും. അതിനുശേഷം ഒരു കൂർത്ത കനയും വരും. അതിനുശേഷം 2 പ്രീമോളാർസ് വരും. അതിനുശേഷം 3 മോളാർസ് വരും. പല ആൾക്കാരിലും
മൂന്നാമത്തെ മോളാർ കുറച്ച് നേരം കഴിഞ്ഞിട്ട്, കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു 18-22 വയസ്സിടയ്ക്കാണ് മൂന്നാമത്തെ മോളാർ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ICPM എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. Which of the following currently depicts the dental formula of an adult? ഈ ഒരു അഡൾട്ടിന്റെ ഡെന്റൽ ഫോർമുല ഇതിനകത്ത് ഏതാണ് പറയുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ക്വസ്റ്റിന്റെ ആൻസർ സി ആണ്. അതായത് 2 ഇൻസൈസേഴ്സും ഒരു കനയിലും 2 പ്രീമോളാറും 3 മോളാർസുമാണ് വരുന്നത്. ഇനി അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. Each tooth in the oral cavity is embedded in a socket of jawbone. This attachment is called. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു ജോബോണിൽ നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ സോക്കറ്റുകളിൽ ടൂത്ത് അറ്റാച്ച് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? A diffeodon, B thecodon, C heterodon, D none of the above. നമുക്കറിയാം, നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ് ഉത്തരം thecodon ആണ്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓറൽ ക്യാവിറ്റിക്കകത്ത് നമ്മളുടെ നാക്ക്, our tongue is attached to the floor of the oral cavity. ഓറൽ ക്യാവിറ്റിയുടെ ഫ്ലോറിൽ നമ്മുടെ ടങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്രെനുലം എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ്. ഫ്രെനുലത്തിലാണ് നമ്മുടെ ടങ്ങിന്റെ ഫ്ലോർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ നാക്കിലോട്ട് സൂക്ഷിച്ച് നോക്കുകയാണെന്ന് വെച്ചോ, നമ്മുടെ നാക്കിലോട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണ്. സൂം ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ പരുപ്പൻ കുരുകുരാന്നിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പാപ്പില. ഇനി ഈ പാപ്പിലകളുടെ മണ്ടയ്ക്ക് മുകളിലായിട്ട്, എല്ലാത്തിൻ്റെ ഇല്ല, ചിലതിൻ്റെ മുകളിലായിട്ട് പിന്നെയും വേറെ ചെറിയ ചെറിയ സംഭവങ്ങൾ കാണാൻ പറ്റും. അതായത് പാപ്പില ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ പിന്നെയും ചെറിയ ചെറിയ കുരുകുര സംഭവങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ടേസ്റ്റ് ബഡ്സ്. ആ പേര് പോലെ തന്നെ നിങ്ങൾക്കറിയാം, ഈ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ നാവിൻ്റെ, നമ്മൾ കഴിക്കുന്ന പദാർത്ഥങ്ങളുടെ, നമ്മുടെ ഫുഡിന്റെ എല്ലാത്തിൻ്റെയും രുചി അറിയാനുള്ള സംഭവമാണ് ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. നാക്കുണ്ട്, നാക്കിന് മണ്ടയ്ക്ക് പാപ്പിലുണ്ട്, പാപ്പിന്റെ മുകളിലാണ് നമ്മൾ ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത്. ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ വായിലോട്ട് വെക്കുന്ന ഫുഡ് ആദ്യം പോകുന്നത് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിലേക്കാണ്. ഓറൽ ക്യാവിറ്റിയിൽ നിന്നും ഫുഡ് നേരെ പോകുന്നത് ഫാരിങ്സിലേക്കാണ്. ഫാരിങ്സിൽ നിന്ന് നേരെ ഈസോഫാഗസ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കാണ് പിന്നെ പോകുന്നത്. ഈസോഫാഗസ് വഴി ഫുഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈസോഫാഗസ് വഴി ഫുഡ് മൂവ് ചെയ്യുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ നിന്നാണ്. ആ പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. ഈ പെരിസ്റ്റാൾസിസ് വഴി ഫുഡ് മൂവ് ചെയ്യുകയും അത് നമ്മളുടെ വയറിലേക്ക് എത്തുകയും ചെയ്യും. നമ്മളുടെ വയറെന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് എത്തുകയും ചെയ്യും. ഈ പെരിസ്റ്റാൾസിസ് വഴി ഫുഡ് നേരെ എത്തി സ്റ്റൊമക്കിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരു സ്ഫിഞ്ചർ നമുക്ക് കാണാൻ പറ്റും. ഈ സ്ഫിഞ്ചർ ഈസോഫാഗസിന്റെയും സ്റ്റൊമക്കിന്റെ ഇടയിലല്ലേ, ഈസോഫാഗസിന്റെയും സ്റ്റൊമക്കിന്റെ ഇടയിലാണ് ഈ സ്ഫിഞ്ചർ നമ്മൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിഞ്ചർ എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡ് നേരെ ഈസോഫാഗസിലോട്ടല്ലാതെ പോകാൻ വേറൊരു വഴിയും കൂടിയുണ്ട്. നമ്മൾ വായിൽ കൂടിയല്ലേ ശ്വാസം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇവിടെ മാറിയായിട്ട് വേറൊരു പാത്വേയും കൂടിയുണ്ട്. ആ പാത്വേ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെൻസിലോട്ടുള്ള പാത്വേയാണ്.
നമ്മൾ വായിൽ കൂടി ശ്വാസം എടുക്കുന്നതും മൂക്കിൽ കൂടി ശ്വാസം എടുക്കുന്നതും മൂക്കിൽ കൂടിയും മറ്റും ശ്വാസം പോകുന്നതും എല്ലാം ഇങ്ങോട്ടാണ് പോകേണ്ടത്. ആ ലെൻസിലോട്ട് പോകുന്നത് ട്രക്കിയ വഴിയാണ്. ഈ ട്രക്കിയയിലോട്ടുള്ള ഈ ഓപ്പണിംഗ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോട്ടിസ്. ഈ ഗ്ലോട്ടിസിലോട്ട് ഫുഡ് പോയി കഴിഞ്ഞാലാണ് പെട്ടെന്ന് നമ്മൾ തലയിൽ കയറി എന്ന് പറഞ്ഞ് തലയിലൊക്കെ അടിക്കുകയും മറ്റും ചെയ്യാറുള്ളത്, അത് ചുമക്കുകയും അങ്ങനെ മറ്റും പറ്റാറുള്ളത്. പക്ഷെ അങ്ങനെ ഫുഡ് പോവാതിരിക്കാൻ, സാധാരണ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ചുമക്കുന്നില്ലല്ലോ. പറയും, മൂത്ത ആൾക്കാർ പറയും ചിരിക്കരുത്, അട്ടഹസിക്കരുത്, ഫുഡ് കഴിക്കുമ്പോൾ അട്ടഹസിക്കുകയെന്നുണ്ടെങ്കിൽ ഫുഡ് തലയിൽ കയറും എന്ന് മറ്റും പറയും. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലോട്ടിസിലോട്ടും മറ്റും ഫുഡ് കയറുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതങ്ങനെ നോർമലി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നടക്കാതിരിക്കാനായിട്ട് ഇവിടെ വേറൊരു കുഞ്ഞ് ഫ്ലാപ്പ് ഉണ്ട്. വരുന്ന ഫുഡിനെ ഇങ്ങോട്ട് കയറാതെ കവർ ചെയ്യുന്ന ഈ സാധനത്തിന്റെ പേരാണ്, ഈ ചെറിയ ഫ്ലാപ്പിന്റെ പേരാണ് എപ്പിഗ്ലോട്ടിസ്. എന്നിട്ട് ഫുഡ് ഇവിടെ വഴി ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ വരെ വരും. ഇവിടെ വരുന്നത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്റ്റർ. ഇങ്ങോട്ട് എത്തിയിട്ട് നമ്മുടെ സ്റ്റൊമക്ക് 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഇത് ഞാൻ കുറച്ച് മാറ്റി വരയ്ക്കുവാണ്. ഇങ്ങനെയിരിക്കും സ്റ്റൊമക്ക്. ഇതിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് നമ്മൾ വിളിക്കുന്ന പേര്, ഫുഡ് വന്നെത്തുന്ന ഈ ഓപ്പണിംഗ് നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഡിയാക്. ഈ താഴത്തെ ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പൈലോറിക്. ഈ മുകളിൽ ഈ ഭാഗം നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടസ്. അപ്പോ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: കാർഡിയാക്, ഫണ്ടസ്, പൈലോറിക്. ഫുഡ് നേരെ വരുന്ന കാർഡിയാക് ഈ പോർഷനിലോട്ടാണ്. അതിനുശേഷം പൈലോറിക് റീജിയനിലോട്ട് വരും. അതിനുശേഷം ഫണ്ടസിലോട്ട് വരും. അതിനുശേഷമല്ല ഫണ്ടസിലോട്ട് വരുന്നത്, ഈ കാർഡിയാക്കിലോട്ട് വന്നതിന് ശേഷം ഈ സ്റ്റൊമക്കിനകത്ത് കിടന്നൊരു ചെയിനിങ് മൂവ്മെന്റ് നടക്കും ഫുഡിന്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് പേര് കഴിഞ്ഞിട്ട് നമ്മൾ പറയും. അങ്ങനെ ആ ചെയിനിങ് മൂവ്മെന്റിന് ശേഷം ഈ സ്റ്റൊമക്കിൽ ഒരു 4 തൊട്ട് 5 മണിക്കൂർ വരെ സ്റ്റൊമക്കിൽ ഫുഡ് കിടക്കാറുണ്ട്. അങ്ങനെ ഫുഡ് കിടന്നതിന് ശേഷം ഇവിടെ ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്. ഈ സ്ഫിങ്ക്റ്ററിനെ നമ്മൾ വിളിക്കുന്നത്, ഇതിനെ നമ്മൾ പൈലോറിക്കിനാണല്ലോ വിളിച്ചത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കാണുന്ന സ്ഫിങ്ക്റ്റർ എന്ന് പറയുമ്പോൾ അടഞ്ഞു കിടക്കുന്ന ഒരു വാതിലിനെ പോലെ നിങ്ങൾ കണ്ടാൽ മതി. ആ വാതിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പൈലോറിക് സ്ഫിങ്ക്റ്റർ. ഈ പൈലോറിക് സ്ഫിങ്ക്റ്റർ ഇവിടെ കാണാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്റ്റർ, അത് നമ്മൾ ഏതാണ്ട് ഈ ഭാഗമായിട്ട് കാണപ്പെടും. അത് തുറന്ന് കാർഡിയാക്കിലോട്ട് വരും. അതിനുശേഷം ഫുഡ് ഫണ്ടസിലും പൈലോറിക് റീജിയനിലും വന്നിട്ട് പൈലോറിക് സ്ഫിങ്ക്റ്റർ താണ്ടും. അതിനുശേഷം അടുത്ത ഈ പടത്തോട്ട് വരുവാണ്. ഒരു യു ഷേപ്പ്ഡ് വഴിയുണ്ട്, സ്മോൾ ഇൻറ്റെസ്റ്റൈനിന്റെ തുടക്കമാണ്. ഈ യു ഷേപ്പ്ഡ് വേ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്യൂഡനം. സ്റ്റൊമക്ക് കഴിഞ്ഞ് പൈലോറിക് സ്ഫിങ്ക്റ്റർ കഴിയുമ്പോൾ ഇൻറ്റെസ്റ്റൈൻ തുടങ്ങുകയാണ്. നമ്മൾ ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്യൂഡനം. ഇനി ഡ്യൂഡനം ഹൈലി കോയിൽഡ് ആയിട്ട് പോകാൻ തുടങ്ങും. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ജജനം. അതിന്റെ താഴെ ഇലിയം. ആദ്യം യു ഷേപ്പിൽ ഡ്യൂഡനം ഉണ്ട്, അതിനുശേഷം ജജനം വരും, അതിനുശേഷം ഇലിയം വരും. ഇത് ഇത്രയത്തിന് ശേഷം ഇത്രയാകുമ്പോൾ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ കഴിഞ്ഞു. സ്മാൾ ഇൻറ്റെസ്റ്റൈൻ കഴിഞ്ഞാൽ അടുത്തേതാണ് വരുന്നത് ലാർജ് ഇൻറ്റെസ്റ്റൈൻ. ഈ ഇലിയം കഴിഞ്ഞ് നേരെ വരുന്നത് അടുത്ത സാധനമാണ് ലാർജ് ഇൻറ്റെസ്റ്റൈനെ നമ്മൾ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിപ്പോ പറയും. ഇവിടെ വരുന്നത് ഇതാണ് സീക്കം. ലാർജ് ഇൻറ്റെസ്റ്റൈന്റെ ആദ്യത്തെ ഭാഗമാണ് സീക്കം. ഈ സീക്കം എന്ന് പറയുന്നത് ഒരുപാട് സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസത്തിനെ, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിനെ സൂക്ഷിക്കുന്ന സേവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സീക്കം എന്ന് പറയുന്നത്. സീക്കത്തിന് താഴെ ഈ കാണുന്ന ഈ ചെറിയൊരു സംഭവം എന്താ?
ഇത് ഒരു വെസ്റ്റീജിയസ് ഓർഗൻ ആണ്. അതായത് നമ്മുടെ ശരീരത്തിന് ഉപയോഗമില്ലാത്ത ഒരു ഓർഗൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വെസ്റ്റീജിയസ് ഓർഗൻ എന്ന് പറഞ്ഞിട്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേർമിഫോം അപ്പൻഡിക്സ്. വേർമിഫോം അപ്പൻഡിക്സ്. വേർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ സാധാരണ അപ്പൻഡിക്സ് വരാറുണ്ട് എന്നും മറ്റും ഓരോ ആൾക്കാർ പറയുന്നത് അത് ഇതിന് ഇൻഫെക്ഷൻ അടിക്കുന്നതിനാണ്. വേർമിഫോം അപ്പൻഡിക്സിന് ഇൻഫെക്ഷൻ അടിക്കുന്നതിനാണ് പറയുന്നത്. അപ്പോൾ സർജിക്കലി വേർമിഫോം അപ്പൻഡിക്സ് റിമൂവൽ ചെയ്യലും മറ്റുമാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി നമ്മുടെ വൻകുടലാണ് ബാക്കി നമുക്ക് പറയാം. നമ്മൾ സീക്കത്തി തുടങ്ങി വൻകുടൽ 3 തരംതിരിച്ചിരിക്കുന്നത്. ഞാൻ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് തുടക്കമാണ്. വൻകുടൽ 3 തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്താണ് നമ്മൾ പറഞ്ഞു സീക്കം, അടുത്തതാണ് കോളൻ. ഈ കോളൻ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. സീക്കത്തിന് ശേഷം മുകളിലോട്ട് കോളൻ കയറി പോവുകയാണ്. മുകളിലോട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് നമ്മൾ കോളത്തിനെ വിളിക്കും ഇവനാണ് അസെൻഡിങ് കോളൻ. മുകളിലോട്ട് പോകുന്നതുകൊണ്ട് ഇവനെ നമ്മൾ വിളിക്കും അസെൻഡിങ് കോളൻ. അതിനുശേഷം ഇങ്ങനെ സഞ്ചരിക്കും കോളൻ, നേരെ സഞ്ചരിക്കും. ഇത് നേരെ സഞ്ചരിക്കുന്നതുകൊണ്ട് അവനെ നമ്മൾ വിളിക്കും ട്രാൻസ്വേഴ്സ് കോളൻ. അതിനുശേഷം കോളൻ നേരെ താഴോട്ട് സഞ്ചരിക്കും. അപ്പോൾ നമ്മൾ അവനെ വിളിക്കും, നേരത്തെ ഇവിടെ അസെൻഡിങ് എന്ന് വിളിച്ചെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് വിളിക്കും, ഡിസെൻഡിങ് കോളൻ. ഇത്രയും ഡിസെൻഡിങ് കോളന് ശേഷം എല്ലാം കൂടി വരക്കുമ്പോൾ മെസ്സി ആവുന്നതുകൊണ്ട് ജസ്റ്റ് ഇത്രയും നിങ്ങളൊന്ന് നോക്കുക. ഞാനിന്ന് തുടക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ലാർജ് ഇൻഡസ്ട്രീൻ്റെ മാത്രം പടം ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇനി അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്മാൾ ഇൻഡസ്ട്രീൻ വരുന്നത് ഡ്യൂഡനം, ജജനം, ഇലിയം. ഇലിയത്തിന് ശേഷം നമ്മൾ വരച്ചു ഇലിയമായിട്ട് നിൽക്കോട്ടെ. ഇവിടെ വേർമിഫോം അപ്പൻഡിക്സ്, ഇവിടെ സീക്കം. സീക്കത്തിന് ശേഷം മുകളിലോട്ട് സീക്കം, അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ. അതിനുശേഷം ഇവർ വന്നിരിക്കുന്നത് റെക്റ്റത്തിലാണ്. റെക്റ്റം. ഇവർ 3 ലാർജ് ഇൻഡസ്ട്രീൻ്റെ പാർട്ടുകൾ. ഇതിനുശേഷം റെക്റ്റത്തിൽ നിന്ന് എയിംസ് വഴി ഫുഡ് പുറന്തള്ളപ്പെടും. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഫുഡ് പോകുന്ന വഴികൾ. ഇനി നിങ്ങൾ പല ആൾക്കാരും ഇറച്ചിക്കടയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇറച്ചിക്കടയിൽ പോകുമ്പോൾ മറ്റും പോത്തിന്റെ കുടൽ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. മനുഷ്യന്റെ ശരീരപ്രകൃതി ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ്. ഇനി നമ്മുടെ ഈ നേരത്തെ നമ്മൾ വരച്ച ഈസോഫാഗസ് തൊട്ട് ഇങ്ങനെ വന്നിട്ട് സ്റ്റൊമക്ക് വന്ന് കുറെ കുടല് വന്ന് പിന്നെ ഇവിടുന്ന് റെക്ടം വന്നു. ഇത്രയും ഭാഗം ഞാൻ എടുക്കുകയാണ്. ഇത്രയും ഭാഗം ഞാൻ എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ നിങ്ങൾ വിചാരിക്കണം. പിടിച്ചിട്ട് ഞാൻ ഇതിനെ 2 ഇങ്ങനെ കട്ട് ചെയ്യുക. മുകളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഞാൻ അതിനെ കട്ട് ചെയ്ത് പിടിച്ച് ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്താണ് കാണാൻ പറ്റുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ആ കുടലിനെ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു. കൈകൊണ്ട് പിടിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ അതിനെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആദ്യം ഒരു ഹോള് കാണാൻ പറ്റും. ഒരു ഹോള് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഹോള് കാണാൻ പറ്റും എനിക്ക്. അതിനുശേഷം ഇവിടെ വേറൊരു ലെയർ കാണാൻ പറ്റും. ഇത് ആദ്യത്തെ ലെയർ. അതിന് പുറകെ രണ്ടാമത്തെ വേറൊരു ലെയർ ഉള്ളതാണ്. ഈ ആദ്യത്തെ ലെയർ നമ്മൾ വിളിക്കും മ്യൂക്കോസ. രണ്ടാമത്തെ ലെയർ നമ്മൾ വിളിക്കും സബ് മ്യൂക്കോസ. അടുത്ത ലെയർ നമ്മൾ
മസ്കുലാരിസ്. ഇനി ഇതിനെ കവർ ചെയ്ത് വേറൊരു ചെറിയൊരു ലെയറും കൂടിയുണ്ട്. ആ തിന്നായിട്ടുള്ള ആ ലെയറിനെ നമ്മൾ വിളിക്കും സെറോസ. ഓർക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ കയ്യിൽ തൊലിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുടലിന് പുറത്തും തൊലിയുണ്ട്. അതിന്റെ ഔട്ടർ ഭാഗത്ത് നമ്മൾ കാണുന്നതാണ് സെറോസ. ആ തൊലി നമ്മൾ വിളിക്കുന്നതാണ് സെറോസ എന്ന്. അത് വിസറൽ ഓർഗൻസിന്റെ, അതായത് അകത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ എപ്പിത്തീലിയമായ മീസോത്തീലിയം കൊണ്ടാണ് സെറോസ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം സെറോസയ്ക്ക് ശേഷം നമ്മുടെ കയ്യിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തൊലി വന്നിട്ട് അതിനുശേഷം ഒന്ന് കൈയൊക്കെ ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മസിൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മസ്കുലൈസ്. എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും എൻട്രൻസിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റിപ്പോകാനുള്ള ഒരു സംഭവമാണ്. മസ്കുലൈസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മസ്കുലൈസ്, ഒന്ന് ഇന്നർ സർക്കുലാറും ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ. പലപ്പോഴും പല ആൾക്കാർക്കും ഇന്നർ ലോഞ്ചിറ്റ്യൂഡ് ആണോ ഔട്ടർ സർക്കുലാർ ആണോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. അത് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് നമുക്കൊരു ചെറിയൊരു പൊടിക്കൈയുണ്ട്. നമ്മൾ ഒരു സൂര്യനെ വിചാരിക്കുക. സൂര്യൻ എങ്ങനെ ഇരിക്കുന്നത്? വട്ടത്തിൽ വരും. വട്ടത്തിൽ വന്നതിന് ശേഷം പ്രകാശരശ്മികൾ വെയിലോട്ട് പോകും. കൊച്ചുകുട്ടികൾ സൂര്യനെ വരക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെയല്ലേ സൂര്യനെ വരക്കുന്നത്. ഇനി ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വെളിയിലുള്ള പ്രകാശരശ്മികളെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനായിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് പറയാം ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ. അതിനുശേഷം ഇന്നർ സർക്കുലർ എന്ന് നമുക്ക് വിചാരിക്കാം. ഇങ്ങനെ ചെറിയൊരു താരതമ്യപ്പെടുത്തി പറയുന്നത് വഴി നമുക്കത് വളരെ എളുപ്പമായിട്ട് കാണാപ്പാഠം പഠിക്കാതെ തന്നെ നമ്മുടെ മനസ്സിലിരിക്കും. ആദ്യം വരുന്നത് സെറോസ. ഔട്ടർ സൈഡിൽ നിന്ന് അകത്തോട്ട് വരുമ്പോൾ ആദ്യം വരുന്നത് സെറോസ. അത് വിസറൽ ഓർഗത്തിന്റെ മീസോത്തീലിയം വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം വരുന്നത് മസ്കുലാരിസ്. മസ്കുലാരിസ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയുണ്ട്? ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനലും ഉണ്ട്, അതിനുശേഷം ഇന്നർ സർക്കുലാറും ഉണ്ട്. അതിനുശേഷം വരുന്നതാണ് സബ് മ്യൂക്കോസ, പിന്നെ വരുന്നതാണ് മ്യൂക്കോസ. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ലൈനിങ് ഓഫ് മസിൽസ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ഈസ് മേഡ് അപ്പ് ഓഫ്. നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്മൾ വ്യക്തമായിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഔട്ട്സൈഡ് ടു ഇൻസൈഡ് എന്നാണ്. ചിലപ്പോൾ ഇൻസൈഡ് ടു ഔട്ട്സൈഡ് എന്നാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ മാറാം. അതുകൊണ്ട് എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ശ്രദ്ധ നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനി വേണം ശ്രദ്ധിക്കേണ്ടത് ലൈനിങ് ഓഫ് മസിൽസ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ഈസ് മേഡ് അപ്പ് ഓഫ്. നിങ്ങൾ ഓപ്ഷൻ നോക്കുക. എ സർക്കുലർ മസിൽസ്, ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ്, മ്യൂക്കോസ, സബ് മ്യൂക്കോസ. ബി ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ്, സർക്കുലർ മസിൽസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. ഇതുപോലെ സി മ്യൂക്കോസ, സബ് മ്യൂക്കോസ, സർക്കുലർ മസിൽസ്, ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ്. ഡി സബ് മ്യൂക്കോസ, ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ്, സർക്കുലർ മസിൽ, മ്യൂക്കോസ. ഇത് ഞാൻ പറയുന്നില്ല, ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. കാരണം നമ്മളിത് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കും. നമ്മൾ സെറോസയെ കുറിച്ച് പറഞ്ഞു. സെറോസ എന്ന് പറഞ്ഞാൽ ഒരു വിസറൽ ഓർഗൻസിന്റെ എപ്പിത്തീലിയമായ, അതായത് വിസറൽ ഓർഗൻസിന്റെ തൊലിയായ മീസോത്തീലിയം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സെറോസ. അതിനുശേഷം നമ്മൾ മസ്കുലാരിസിനെ കുറിച്ച് പറഞ്ഞു. നമ്മളൊരു സൂര്യനെ പോലെയുള്ള ഒരു പടമൊക്കെ വരച്ച് അതിന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനലും ഇന്നർ സർക്കുലാറെന്നും നമ്മൾ പഠിച്ചു. അതിനുശേഷം ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് സബ് മ്യൂക്കോസ. നമ്മൾ വെളിയിൽ നിന്ന് അകത്തോട്ട് വരുവാണ്. ആദ്യം നമ്മൾ സെറോസയുടെ കാര്യം പറഞ്ഞു, അതിനുശേഷം മസ്കുലാരിസിന്റെ കാര്യം പറഞ്ഞു. ഇനി സബ് മ്യൂക്കോസയെ കുറിച്ച് പറയുവാണ്. സബ് മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ ഒരു ലൂസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മുടെ ചെറുകുടലുകളിലും ഇൻറ്റസ്റ്റൈനുകളിലും മറ്റും സബ് മ്യൂക്കോസ ഒരുപാട് ബ്ലഡ് വെസൽസും നെർവ്സും അതുപോലെ എല്ലാം കാണുന്നത് സബ് മ്യൂക്കോസയിലാണ്. ഈ നെർവ്സ്, ബ്ലഡ് വെസൽസ്, ലിംഫ് എല്ലാം കാണപ്പെടുന്നത് മിക്കതും സബ് മ്യൂക്കോസയിലാണ്. പല സ്ഥലത്തും സബ് മ്യൂക്കോസ പല മോഡിഫിക്കേഷൻസും കാണിക്കാറുണ്ട്. ഇൻറ്റസ്റ്റൈനിൽ അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ സബ് മ്യൂക്കോസ കാണിക്കുന്നുണ്ട്. ഇൻറ്റസ്റ്റൈനിൽ, അതായത് കുടലുകളിൽ ഒരു മോഡിഫിക്കേഷൻ സബ് മ്യൂക്കോസ കാണിക്കുന്നുണ്ട്. സബ് മ്യൂക്കോസ ഇൻറ്റസ്റ്റൈനിൽ മോഡിഫിക്കേഷനും കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ഗ്ലാൻഡ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഫോം ചെയ്യുന്ന ഗ്ലാൻഡിന്റെ പേരാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്.
നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ഒരുപാട് HCl, വളരെ അസിഡിക് ആയിട്ടുള്ള HCl വരാൻ നേരത്ത് അതിനെ ആൽക്കലൈൻ ജ്യൂസ് സെക്രീറ്റ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു പങ്ക് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിനുമുണ്ട്. അതിന് വേറെ പല മെക്കാനിസം ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിനും അതിന് വലിയൊരു പങ്കുണ്ട്. ഇതിനുശേഷം ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിനെ കഴിഞ്ഞിട്ട് ഇനി പറയാനുള്ളതെന്ന് പറയുമ്പോൾ മ്യൂക്കോസയെ കുറിച്ചാണ്. നമ്മൾ ആദ്യം സെറോസയെ കുറിച്ച് പറഞ്ഞു, പിന്നെ മസ്കുലാരിസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സബ് മ്യൂക്കോസയെ കുറിച്ച് പറഞ്ഞു. സബ് മ്യൂക്കോസയിൽ ഒരു ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഷീറ്റ് ആണെന്ന് പറഞ്ഞു. അത് നെർവ്സ് കാണാറുണ്ട്, ലിംഫ് കാണാറുണ്ട്, ആർട്ടറീസ് വെസൽസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. ചുമ്മാ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇമേജ് ചെയ്താൽ വേണ്ടി ചുമ്മാ വരക്കാണ്. ഇതിനെ നമ്മൾ സെറോസ ആയിട്ട് കാണുന്നു. അതിനുശേഷം മസ്കുലാരിസ്. മസ്കുലാരിസ് ഞാൻ ഇങ്ങനെ വരച്ചത് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിൽ ഇന്നർ സർക്കുലർ. ഇതിനുശേഷം സബ് മ്യൂക്കോസ വന്നു. സബ് മ്യൂക്കോസ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് നെർവ്സും ഫൈബേഴ്സും അതുപോലുള്ള കാര്യങ്ങളും മറ്റും സബ് മ്യൂക്കോസയിലുണ്ട്. സെറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ. അടുത്തതാണ് മ്യൂക്കോസ. ഇൻറ്റസ്റ്റൈനുകളിൽ മ്യൂക്കോസ ഒരു ഫോൾഡ് ഫോം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചത്. അത് വളരെ ചുരുങ്ങിയിരിക്കുന്ന പോലെയുള്ള പല ഫോൾഡായിട്ടാണ് മ്യൂക്കോസ ഇരിക്കുന്നത്. ഈ അങ്ങനെയുള്ള ഫോൾഡിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂഗെ. ഇൻറ്റസ്റ്റൈനിലുള്ള മ്യൂക്കോസയുടെ ഒരു തരം മോഡിഫിക്കേഷനാണ് ഈ കാണുന്ന റൂഗെ എന്ന് പറയുന്നത്. അത് ഒരുപാട് സർഫസ് ഏരിയ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇനി റൂഗെ നമുക്ക് സൂം ചെയ്ത് കാണാം. സൂം ചെയ്ത് കാണുന്നതിന് ഒരു കാര്യം കൂടി പറയുകയാണ്. സെറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ. ഇവിടെ ഇത് മ്യൂക്കോസ. മ്യൂക്കോസയിൽ കാണുന്ന ചുളിവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂഗെ. ഇനി ഇത്രയതിനു ശേഷം ഇതിങ്ങനെ വട്ടത്തിലിരിക്കുന്ന സംഭവമാണ്. നമ്മളതിങ്ങനെ കട്ട് ചെയ്തത് ഒന്ന് നിവർത്തി വെച്ചതാണ് ഇവിടെയൊക്കെ. അപ്പോൾ അതിനുശേഷം ഇവിടെ അകത്ത് ഹോളാണ്. ഈ ഹോളിൽ കൂടിയാണ് ഫുഡ് പദാർത്ഥങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ റൂഗെ ഒന്ന് സൂം ചെയ്ത് കാണാം. നമുക്ക് റൂഗെ സൂം ചെയ്ത് നോക്കാൻ നേരത്ത് അവിടെ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. വിരലുകൾ പോലെ നീണ്ട പ്രൊജക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള പല പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ഇതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലെ സർഫസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ തിരിച്ചൊന്ന് നേരെ വരക്കുവാണ്. നിങ്ങൾക്ക് ഇമേജ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ചെറിയ പടങ്ങൾ വരക്കുന്നത്. റൂഗയിലുള്ള ഈ ചെറിയ ഫിംഗർ ലൈക്ക് പൊസിഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇത് ആസ് എ ഹോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് വിങ്. വിങ്. ഈ വിങ്ങിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയും നമ്മൾ അകത്തോട്ട് സൂം ചെയ്ത് പോകുകയാണ്. സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാക്കിൽ കണ്ടതുപോലെ തന്നെ കുരൂരാന്ന് ഇരിക്കുന്ന എന്തോ ഒരു സംഭവം ഇവിടെ പിന്നെയും ഉണ്ട്. ഇത് വളരെ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതും ഒരു ചെറിയ സാധനം ആയതുകൊണ്ട്, ഇത് വില്ലിയിൽ കാണുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ നമ്മൾ വിളിക്കും മൈക്രോവില്ലി. അപ്പോ ഈ മൈക്രോവില്ലി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയാൻ നേരത്ത് ഇൻഡസ്റ്റൈനിന്റെ സർഫസ് ഏരിയ കൂട്ടാനാണ്. സർഫസ് ഏരിയ കൂടുന്നത് വഴി ഇൻഡസ്റ്റൈനിന്റെ അബ്സോർപ്ഷന്റെ അളവ് കൂടും. അതിനാണ് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഈ മൈക്രോവില്ലി ഇവർക്ക് നൽകുന്നത് ഒരു ബ്രഷ് ബോർഡർ അപ്പിയറൻസ് ആണ്. ബ്രഷ് ബോർഡർ അപ്പിയറൻസ്. നിങ്ങൾ ഇത് ഒന്നുകൂടി നോക്കുക.
ഞാൻ ഒന്നുകൂടി പറയാം. മ്യൂക്കോസ റൂഗെ ഫോം ചെയ്യും. റൂഗെ നമ്മൾ കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കുമ്പോൾ അവിടെ നമ്മൾ വില്ലി ഫിംഗർ ലൈക്ക് പൊസിഷൻസ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ കാണും. ആ വില്ലി നമ്മൾ കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു ബ്രഷ് ബോർഡർ അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ബ്രഷ് ബോർഡർ അപ്പിയറൻസ് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോവില്ലി എന്ന്. പടം ഒന്ന് നോക്കുക. ഇത് തന്നെ ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. പക്ഷെ നമ്മൾ ഇനി പറയുന്നത് വില്ലിയുടെ അകത്തുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഒരു വില്ലിയാണ് വെച്ചു. ഈ വില്ലിയുടെ അകത്ത് ഇങ്ങനെ നീളത്തിലൊരു സംഭവം വന്നിട്ടുണ്ട്. നീളത്തിൽ വലിയൊരു സംഭവം ഒരു വെസൽ വന്നിട്ടുണ്ട്. ഇത് ലിംഫ് വെസലാണ്. ഇത് ബ്ലഡ് അല്ല, ആർട്ടറി ഒഴുകുന്നതല്ല, ഇതൊരു ലിംഫ് വെസലാണ്. ഈ ലിംഫ് വെസലിനെ നമ്മൾ വിളിക്കുന്നത് ലാക്റ്റിയൻ എന്നാണ്. ഈ ലിംഫ് വെസലിനെ നമ്മൾ ലാക്റ്റിയൽ എന്ന് വിളിച്ചു. ഇതിനുശേഷം ഇതിന് ചുറ്റിയും ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ കാണുന്ന വെസല് ബ്ലഡ് വെസൽ അല്ല, ഇത് ലിംഫ് ഒഴുകുന്ന വെസലാണ്. കളർലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് ലിംഫ്. നമ്മുടെ ബ്ലഡ് പോലെ തന്നെ ഒരുപാട് ജോലിയുള്ള ഒരു ലിക്വിഡാണ് ലിംഫ്. ആ ലിംഫ് വെസൽ നമ്മൾ വിളിച്ചു ലാക്റ്റിയൽ. വില്ലി കാണുന്ന നീളമുള്ള വെസൽ നമ്മൾ വിളിച്ചു ലാക്റ്റിയൽ. അതിനുശേഷം ഇവിടെ ഒരു ആർട്ടറികളുള്ള ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസിനെ നമ്മൾ ഇവിടെ കണ്ടു. ഇനി സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം, മ്യൂക്കോസ ഇവിടെ വന്നിട്ട് ചില കുഴികൾ ഫോം ചെയ്യും. വില്ലികളുടെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കുഴികൾ അല്ലെങ്കിൽ ക്രിപ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ക്രിപ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിപ്സ് ഓഫ് ലേബർ. ക്രിപ്സ് ഓഫ് ലേബർ. മ്യൂക്കോസ കാണിക്കുന്ന ഒരു മോഡിഫിക്കേഷൻ ആണിത്. മ്യൂക്കോസ ഇൻഡസ്റ്റൈൽ ക്രിപ്സ് ഓഫ് ലേബർ മുന്നേ റൂഗയും ഫോം ചെയ്യും. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ സ്റ്റൊമക്കിൽ ഒരുപാട് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനാണ് ഒരുപാട് ഗ്ലാൻഡ് ഫോം ചെയ്യുന്നത് മ്യൂക്കോസയാണ്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് ആഹാര പദാർത്ഥങ്ങൾ, ഫുഡ് പാർട്ടിക്കിൾസ് ആദ്യം വായിലെത്തുന്നത് മുതൽ ഏനസ് വഴി വെളി വരുന്നത് വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു. ഫുഡ് പാർട്ടിക്കിൾ യാത്ര ചെയ്യുന്ന വഴികളും പോകുന്ന വഴികളുള്ള അതിനുശേഷം എന്ത് തരത്തിലുള്ള എപ്പിത്തീലിയം, എന്ത് തരത്തിലുള്ള ടിഷ്യൂ വെച്ചാണ് അത് ഉണ്ടാക്കിയതും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി എന്തൊക്കെ സെക്രീഷനാണ് ഇതിലോട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. 3 ഗ്ലാൻഡാണ് ഇത് മെയിൻ ആയിട്ട് സെക്രീഷൻ നടക്കുന്നത്. ആദ്യത്തത് സലിവറി ഗ്ലാൻഡ്, രണ്ടാമത്തത് ലിവർ കരൾ, മൂന്നാമത്തത് പാൻക്രിയാസ്. ഇനി സലൈവറി ഗ്ലാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 തരത്തിലുള്ള സലൈവറി ഗ്ലാൻഡാണ് നമ്മുടെ വായിക്കകത്തുള്ളത്, നമ്മുടെ ഓറൽ ക്യാവിറ്റിയിലുള്ളത്. ആദ്യത്തെ സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പരോറ്റിഡ്, സബ്മാൻഡിബുലാർ, സബ്ലിംഗ്വൽ. ഇങ്ങനെ 3 തരത്തിലുള്ള സലൈവറി ഗ്ലാൻഡാണ് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ കാണുന്നത്. പരോറ്റിഡ് സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ചീക്കിന്റെ ഈ ഭാഗത്തായിട്ടാണ് പരോറ്റിഡ് സലൈവറി ഗ്ലാൻഡ് വരുന്നത്. അതിനുശേഷം സബ്മാൻഡിബുലാർ സലൈവറി ഗ്ലാൻഡ് വരുന്നത് നമ്മുടെ 2 ജോസിന്റെ ഈ കൈകൊണ്ട് കുത്തുവാന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം, നമുക്ക് ചിലപ്പോൾ തൊടാൻ പറ്റും. അതുപോലെ ഉള്ള സ്ഥലത്താണ് സബ്മാൻഡിബുലാർ സലൈവറി ഗ്ലാൻഡ് വരുന്നത്. പരോറ്റിഡ് ചീക്കിന്റെ ഈ ഭാഗത്തായിട്ട് സബ്മാൻഡിബുലാർ സലൈവറി ഗ്ലാൻഡ് ഇങ്ങനെ, അത് സബ്മാൻഡിബുലാർ. ഇതിനെ സബ് മാക്സിലറി എന്നൊരു പേരും കൂടി ഇതിനുണ്ട്. ഇത് നമ്മുടെ മാൻഡിബിളിന്റെ തന്നെ ആ പേര് പോലെ തന്നെ മാൻഡിബിളിന്റെ അകത്ത് ഈ ഭാഗത്തായിട്ട് 2 എണ്ണം നമുക്ക് കാണപ്പെടും. പരോറ്റിഡ് ചീക്കിന് ഇവിടെ കാണപ്പെടും. പിന്നെ സബ്ലിംഗ്വൽ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ നാക്കിന് അടിയിലായിട്ടാണ് സബ്ലിംഗ്വൽ കാണപ്പെടുന്നത്. അത് കഴിഞ്ഞപ്പോൾ സലൈവറി ഗ്ലാൻഡിന് ശേഷം പിന്നെ വരുന്നതാണ് ലിവർ. പല ആൾക്കാർക്കും ലിവറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സലൈവറി ഗ്ലാൻഡ് 3 എണ്ണം, പരോറ്റിഡ്, സബ്മാൻഡിബുലറി, സബ്ലിംഗ്വൽ. അതിനുശേഷം ലിവർ പറയാൻ പല ആൾക്കാർക്കും പല രീതിയിൽ തെറ്റിപ്പോകാറുണ്ട്. ലോബ്സ്, ലോബ്യൂൾസ്, അങ്ങനെ പലതും തമ്മിൽ തെറ്റിപ്പോകാറുണ്ട്. അത് നമുക്ക് ഇപ്പൊ ഇവിടെ നമുക്കത് മാറ്റാം. ലിവർ എന്ന് പറയുമ്പോൾ അത് 2 ലോബ്സ് ആയിട്ടാണ് ലിവർ ഇരിക്കുന്നത്.
അതായത് ഒരു ലിവർ നമ്മുടെ കയ്യിലെടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ലിവർ ഇങ്ങനെയാണ് വരക്കുന്നതെന്നുണ്ടെങ്കിലും ലിവർ രണ്ട് പാർട്സ് ആണ്. അത് നമുക്ക് അടർത്തി മാറ്റാൻ പറ്റുന്ന രണ്ട് പാർട്സ് ആണ് ലിവർ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഓരോന്നിനെ നമ്മൾ വിളിക്കും ഓരോ ലോബ്സ് എന്ന്. LOBES. അപ്പോൾ ലിവർ എത്ര പാർട്ടാണുള്ളത്? ലിവർ രണ്ട് പാർട്ടാണുള്ളത്. രണ്ട് പാർട്ടായിട്ടാണ് ലിവർ വന്നിരിക്കുന്നത്. അപ്പോൾ ലിവർ രണ്ട് ലോബ്സ് ആണ് ലിവർ ഉള്ളത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ഇൻട്രസ്റ്റിംഗ് കാണപ്പെടുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലിവർ? അതായത് ഈ കാണുന്ന ഓരോ ലോബ്സും ഉണ്ടാക്കിയിരിക്കുന്നത് ലോബ്യൂളുകൾ വെച്ചാണ്. ലോബ്സ് കഴിഞ്ഞ് അടുത്ത വരുന്ന ചെറിയ, നമ്മളിത് കട്ട് ചെയ്ത് ഏറ്റവും ചെറിയ ഇതായിട്ട് പോവുകയാണ്. ഒരു വീട് വെച്ചിരിക്കുന്നത് ഇഷ്ടികകൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ലിവർ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ രണ്ട് ലോബ്സും ഉണ്ടാക്കിയിരിക്കുന്നത് ലോബ്യൂളുകൾ വെച്ചാണ്. വീടിന്റെ ഇഷ്ടിക എന്ന് പറയുന്നത് പോലെ തന്നെ ചെറിയ ഇതാണ് ലോബ്യൂളുകൾ, ലോബ്യൂൾസ്. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റഫ് സ്കെച്ചാണ്. നമുക്ക് മനസ്സിലാക്കാം ലോബ്യൂൾസ് എന്ന ഇങ്ങനത്തെ ഒരു ഇമേജ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ കാണുക. അതായത് ഇതുപോലെയുള്ള ഒരുപാട് ഇത് ചേർന്നിട്ടാണ് ലിവർ ഉണ്ടായിരിക്കുന്നത്. ലിവറിനെ നമ്മൾ ഹെപ്പാറ്റിക് എന്നുള്ള വേർഡ് വെച്ച് നമ്മൾ പറയാം. അപ്പോൾ ലിവർ ലോബ്സ് എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് ലോബ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കും ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. ഇതിനകത്ത് കാണുന്ന ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ഓരോ സെക്രീഷൻ നടത്തും. ലിവർ മെയിൻ ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്നത് എന്താണ്? ബൈലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ബൈല് സെക്രീറ്റ് ചെയ്യുന്നത് ഹെപ്പാറ്റിക് സെൽസ് ആണ്. ആ ഹെപ്പാറ്റിക് സെൽസ് ഓരോ ഹെപ്പാറ്റിക് ലോബ്യൂൾസിനെയും അകത്ത് കാണുന്ന സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇതാണ് ഹെപ്പാറ്റിക് സെൽസ്. ഹെപ്പാറ്റിക് സെൽസ് അതായത് ആദ്യം ലോബ് വരും, പിന്നെ ലോബ്യൂൾസ് വരും, പിന്നെ സെൽസ് വരും. ഇതിലെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവർ എന്ന് പറഞ്ഞാൽ ലോബ്യൂൾസ് ആണ്. ഈ ലോബ്യൂൾസിനകത്താണ് സെൽസ് കാണപ്പെടുന്നത്. ഈ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസ് ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി, അതായത് ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി നേരെ ഗാൾ ബ്ലാഡറിൽ വന്ന് സേവ് ചെയ്യും. ലിവറിന് താഴെ തന്നെ ഇരിക്കുന്ന ഒരു ഓർഗനാണ് ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡറിലോട്ട് സേവ് ചെയ്യും. ആവശ്യം വരുന്ന സമയത്ത് അത് നേരെ ഇൻറ്റെസ്റ്റൈനിലോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ലോബ്സ്, ലോബ്യൂൾസ്, സെൽസ്, ഇതിൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ യൂണിറ്റ് ആണ് ലോബ്യൂൾസ്. ഈ ലോബ്യൂൾസിന്റെ കവർ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക തരം ഒരു ഷീറ്റ് വെച്ചാണ്. ലോബ്യൂൾസിനെ കവർ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക തരം ഷീറ്റ് ലോബ്യൂൾസിനുണ്ട്. ആ കവർ ചെയ്യുന്ന ആ ഷീറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ. ലോബ്യൂൾസിനെ കവർ ചെയ്തിരിക്കുന്ന ഷീറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഒന്നുകൂടി പറയുന്നുണ്ടെങ്കിൽ ലിവറിന് രണ്ട് ലോബുകളുണ്ട്, ഹെപ്പാറ്റിക് ലോബ്സ്. രണ്ട് ലോബ്സ് ആണ് ലിവറിനുള്ളത്. Liver is made up of, the two lobes is made up of lobules, and lobules are the structure and functional unit of liver. ഈ ലിവറിനകത്ത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്ത് കാണാറുണ്ട്? ലിവർ ഹെപ്പാറ്റിക് സെൽസ് കാണാറുണ്ട്. ഈ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പൊ നമ്മൾ നേരത്തെ ലോബ്സും ലോബ്യൂൾസും സെൽസും അങ്ങനെയുള്ള ലിവറിന്റെ ഓരോ പാർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ലിവറിന്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ യൂണിറ്റ് ഓഫ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷൻ യൂണിറ്റ് ആണ് ലോബ്യൂൾസ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെൽസ് ഉണ്ടാക്കുന്ന സെക്രീഷൻസ്, അതായത് ബൈൽ പോലെയുള്ള സെക്രീഷൻസ്, അത് ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി നേരെ, അതായത് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന, ലിവറിനകത്ത് രണ്ട് ലോബായിട്ട് ലിവറിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇത് സൂക്ഷിച്ച് നമ്മൾ സൂം ചെയ്ത് ഔട്ട്പുട്ട് പോകുമ്പോൾ അത് ലോബ്യൂൾസ് നമുക്ക് കാണാൻ വഴി പറ്റും. ആ ലോബ്യൂൾസിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് സെൽസ് കാണാൻ പറ്റും. ഈ ഇത്രയും ശേഷം ഇവർ സെക്രീറ്റ് ചെയ്യുന്നത് എല്ലാം ഒരു ഡക്റ്റ് വഴി, ഒരു കുഴല് പോലെയുള്ള ഒരു കുഴല് വഴി, ഒരു ഡക്റ്റ് വഴി നേരത്തെ നമ്മൾ പറഞ്ഞു ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരുപാട് ബൈൽ ജ്യൂസ് അത് എങ്ങോട്ടാണ് സേവ് ആയിട്ട് പോകുന്നത്? അത് ഗാൾ ബ്ലാഡറിലാണ് സേവ് ചെയ്തിരിക്കുന്നത്.
ഒരു പൗച്ച് പോലെയുള്ള ഒരു ഓർഗനാണ് ഗാൾ ബ്ലാഡർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇതിലൊന്ന് സൂക്ഷിച്ച് നോക്കുക. ലിവറിൽ നിന്ന് വരുന്ന ഡക്റ്റിന്, അതായത് ലിവറിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, ലിവർ എന്ന ടേമിനോട് നമ്മൾ പറയും ഹെപ്പാറ്റിക്. ഈ ഡക്റ്റിനെ നമ്മൾ വിളിക്കും ഹെപ്പാറ്റിക് ഡക്റ്റ്. ലിവറിൽ നിന്ന് വരുന്നതായതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും ഹെപ്പാറ്റിക് ഡക്റ്റ്. ഇത് നോക്കുക, ഇത് ഗാൾ ബ്ലാഡർ ആണ്. ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന ഡക്റ്റിനെ നമ്മൾ വിളിക്കും സിസ്റ്റിക് ഡക്റ്റ്. പേര് മാറി പോയത് ഈ പടം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിൽ നോക്കണം. ലിവറിൽ നിന്ന് വരുന്നതിനെ ഹെപ്പാറ്റിക് ഡക്റ്റ് എന്നും ഗാൾ ബ്ലാഡറിൽ നിന്ന് വരുന്നതിനെ സിസ്റ്റിക് ഡക്റ്റ് എന്നും വിളിക്കും. ഇനി ശ്രദ്ധിച്ചു നോക്കുക, ഗാൾ ബ്ലാഡറിൽ വരുന്ന ഡക്റ്റും ലിവറിൽ നിന്ന് വരുന്ന ഡക്റ്റും ഇവർ രണ്ടുപേരും പരസ്പരം ജോയിൻ ചെയ്യും. ഇവർ രണ്ടുപേരും പരസ്പരം ജോയിൻ ചെയ്യും. രണ്ടുപേരല്ലേ പരസ്പരം ജോയിൻ ചെയ്യുന്നത്? ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ വിളിക്കും കോമൺ ഡക്റ്റ്. അത് വലിയ പാടൊന്നുമില്ല, പേര് പഠിക്കാൻ എടുക്കുന്നത്. ഇത് ഹെപ്പാറ്റിക്, ലിവർ ആയതുകൊണ്ട് ഇത് ഹെപ്പാറ്റിക് ഡക്റ്റ്, ഗാൾ ബ്ലാഡർ ആയതുകൊണ്ട് ഇതിനെ സിസ്റ്റിക് ഡക്റ്റ് എന്ന് വിളിക്കും. ഈ പേര് മാത്രം നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കും കോമൺ ഡക്റ്റ് എന്ന്. ഇനി ഈ ഡക്റ്റ് നേരെ വന്ന് ജോയിൻ ചെയ്യുന്നത്, ഇവിടെ ഇപ്പുറത്ത് ഇങ്ങോട്ട് എന്തുണ്ട്? പാൻക്രിയാസ് ഉണ്ട്. പാൻക്രിയാസിൽ നിന്നും ഡക്റ്റ് വരുന്നുണ്ട്. ലിവറിൽ നിന്നുള്ള ഹെപ്പാറ്റിക് ഡക്റ്റും ഗാൾ ബ്ലാഡറിൽ നിന്നുള്ള സിസ്റ്റിക് ഡക്റ്റും രണ്ടും കൂടി ചേർന്ന് കോമൺ ഡക്റ്റ് ആണ്. അതിനുശേഷം പാൻക്രിയാറ്റിൽ നിന്ന് വരുന്ന പാൻക്രിയാറ്റിക് ഡക്റ്റ്, പേര് വലിയ പാടൊന്നുമില്ല, പാൻക്രിയാസിന്റെ ഡക്റ്റ്, പാൻക്രിയാറ്റിക് ഡക്റ്റ്. പാൻക്രിയാറ്റിക് ഡക്റ്റും ഇവരും തമ്മിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യും. കോമൺ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും തമ്മിൽ ജോയിൻ ചെയ്യും. രണ്ടും കൂടെ ജോയിൻ ചെയ്ത്, ഇവിടെയാണ് ജോയിൻ ചെയ്യുന്നത്, ജോയിൻ ചെയ്ത് വേറെ ഒറ്റ ഡക്റ്റായിട്ട് മാറും. ഒന്നും ചേരുമ്പോൾ ഒരു ഇമ്മിണി വലിയ എന്നൊക്കെ പറയുന്നത് പോലെ കോമൺ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും തമ്മിൽ ഒരുമിച്ച് ചേർന്ന്, ഇത് ലിവർ അല്ലേ, ലിവറിൽ നിന്ന് വരുന്ന ഡക്റ്റ് അല്ലേ ഇത് പാൻക്രിയാസ് അല്ലേ, പാൻക്രിയാസിൽ വരുന്ന ഡക്റ്റ് അല്ലേ ഇത്, രണ്ടും കൂടി ജോയിൻ ചെയ്തപ്പോഴല്ലേ ഈ ഡക്റ്റ് ഉണ്ടായത്. അപ്പൊ ഇത് രണ്ടിനെയും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ഇതൊന്നും കാണാതെ പഠിക്കരുത്, ഈ പടം മാത്രം മനസ്സിലോട്ടാൽ മതി. ലിവറിൽ നിന്ന് വരുന്ന ഹെപ്പറ്റിക് ഡക്റ്റ്, സിസ്റ്റിക് ഡക്റ്റ് രണ്ടും കൂടി ഒരുമിച്ച് എന്തായിട്ട് മാറും? കോമൺ ഡക്റ്റ് ആയിട്ട് മാറും. ഈ കോമൺ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും കൂടി ഒരുമിച്ച് ചേരാൻ നേരത്ത് നമുക്ക് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് നമുക്ക് കിട്ടും. ഈ ഡക്റ്റ് നേരെ യു ഷേപ്പിലുള്ള ഡ്യൂഡനത്തിന്റെ നേരെയാണ് ഇരിക്കുന്നത്. അപ്പോ ഇവിടെയും ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്, ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു വാതിലുണ്ട്. ഈ സ്ഫിങ്ക്റ്റർ തുറന്നാൽ മാത്രമേ ഡ്യൂഡനത്തിലോട്ട്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ആദ്യത്തെ ഭാഗമായ ഡ്യൂഡനത്തിലോട്ട് തുറക്കാൻ പറ്റത്തുള്ളൂ. ഈ സ്ഫിങ്ക്റ്ററിന്റെ പേരാണ് സ്ഫിങ്ക്റ്റർ ഓഫ് ഒഡി. അപ്പൊ ഒന്നുകൂടി പറയുവാണ്, ലിവർ ഉണ്ട്, ലിവറിൽ 2 ലോബ്സ് ഉണ്ട്. അതിന് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ യൂണിറ്റ് ആണ് ലോബ്യൂൾസ്. അതിനകത്ത് സെൽസ് കാണപ്പെടും. ആ സെൽസ് ബൈൽ അതുപോലുള്ളത് സെക്രീറ്റ് ചെയ്യും. അത് ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി ഗാൾ ബ്ലാഡറിൽ നിന്ന് സേവ് ചെയ്ത് സിസ്റ്റിക് ഡക്റ്റ് വഴി രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് കോമൺ ഡക്റ്റ് ആകും. കോമൺ ഡക്റ്റിൽ നിന്നും പാൻക്രിയാസിൽ നിന്നുള്ള പാൻക്രിയാറ്റിക് ഡക്റ്റും ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ആയിട്ട് മാറും. ഇവർ രണ്ടുപേരും കൂടെ ഡ്യൂഡനത്തിലോട്ട് സ്ഫിങ്ക്റ്റർ ഓഫ് ഒഡി തുറക്കാൻ നേരത്ത് ഡ്യൂഡനത്തിലോട്ട് സെക്രീഷൻസ് നടത്തും. ഇതാണ് ലിവറിനെയും പാൻക്രിയാസിനെ കുറിച്ചും ഡക്റ്റിനെ കുറിച്ച് ഏറ്റവും ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാൻക്രിയാസിനെ കൂടി നമുക്ക് എടുക്കാം. നമ്മൾ സലിവറി ഗ്ലാൻഡിനെ കുറിച്ച് പറഞ്ഞു, ലിവറിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പാൻക്രിയാസിനെ കുറിച്ച് പറയാം. പാൻക്രിയാസിന് ഈ പറഞ്ഞ പോലെ 2 ജോലിയാണുള്ളത്. ഒന്ന് എക്സോക്രൈൻ ആയിട്ടുള്ള സെക്രീഷൻ ഉണ്ട്, എൻഡോക്രൈനുമായിട്ടുള്ള സെക്രീഷൻ ഉണ്ട്. ഇതിന്റെ എക്സോക്രൈൻ ആയിട്ടുള്ള സെക്രീഷനാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്ന സംഭവം നേരെ ബൈലിന്റെ കൂടെ ഈ 2 ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ആയിട്ട് ഇൻറ്റെസ്റ്റൈനിലോട്ട് സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് ഇൻറ്റെസ്റ്റൈനിലോട്ട് സെക്രീറ്റ് ചെയ്യുന്നത് ഇതിന്റെ എക്സോക്രൈൻ ഫംഗ്ഷനാണ്. എക്സോക്രൈൻ അപ്പോൾ എങ്ങോട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻറ്റെസ്റ്റൈനിലോട്ട് സെക്രീറ്റ് ചെയ്യുന്നത് എക്സോക്രൈൻ. അടുത്തത് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. ഇതിനകത്ത് കൂടുതലും എൻസൈംസ് ആണുള്ളത്.
അത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഡൈജഷൻ ആവശ്യമായിട്ടുള്ള എൻസൈംസ് ആണുള്ളത്. അടുത്താണ് എൻഡോക്രൈൻ സെക്രീഷൻ. എൻഡോക്രൈൻ സെക്രീഷൻ എന്ന് പറയാൻ നേരിട്ട് വരുന്നത്, ഇതിനകത്ത് ഒരുപാട് കുത്തു പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിന് ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. ഇതിന് ആൽഫ സെൽസ് ഗ്ലൂക്കഗോൺ സെക്രീറ്റ് ചെയ്യും. ഈ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന സംഭവം ഗ്ലൂക്കോസ് എന്നൊക്കെ പേരിനോട് ചേർച്ചയുള്ളത് പോലെ തന്നെ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടാനായിട്ടാണ് ഗ്ലൂക്കഗോൺ ഹെൽപ്പ് ചെയ്യുന്നത്. ഐലറ്റ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെൽസ് ഗ്ലൂക്കഗോൺ സെക്രീറ്റ് ചെയ്യും. അതിനുശേഷം ബീറ്റ സെൽസ് ഉണ്ട്. ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. ഗ്ലൂക്കോഗോൺ നമുക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടാനായിട്ട് ഗ്ലൂക്കോഗോൺ സെക്രീറ്റ് ചെയ്യും. ഇനി ഷുഗർ അതുപോലുള്ള ആൾക്കാർക്ക് പേഷ്യൻസ് വരുന്നെന്ന് പറയുമ്പോൾ ഇൻസുലിൻ ഡാമേജ് ആവാൻ നേരത്തായിരുന്നു, ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാതെ വരുന്നു, അങ്ങനെയൊക്കെ വരാൻ നേരത്താണ് ആൾക്കാർക്ക് ഷുഗർ കൂടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാം, ബ്ലഡിന്റെ ഷുഗറിന്റെ അളവ് കുറയ്ക്കുന്നതാണ് ഇൻസുലിൻ ചെയ്യുന്നത്. അതാണ് ഇൻസുലിന്റെ ജോലി. ഇത്രയും കൊണ്ട് നമ്മൾ സലൈവറി ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ്, ഇത് മൂന്നിന്റെ സെക്രീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം.